നമ്മളെല്ലാവരും ഒന്നല്ലെങ്കിൽ മറ്റൊന്നിൽ വ്യത്യസ്തരാണല്ലേ? നിറം, ഉയരം, തലമുടി എല്ലാത്തിലും വ്യത്യാസമുണ്ട്. ഇതെല്ലാം നിർണ്ണയിക്കുന്നത് വ്യത്യസ്ത ജീനുകളാണ്. ഉദാഹരണത്തിന് ഉയരമെടുത്താൽ അതിനെ നിർണ്ണയിക്കുന്നത് ഒരു ജീനാണ്. ആ ജീനിനു തന്നെ 2 തലങ്ങളുണ്ട്. അതാണ് അല്ലീലുകൾ എന്ന് പറയുന്നത്. ഉയരത്തിന് ആണെങ്കിൽ 2 അല്ലീലുകൾ ഉണ്ട്. ഒന്ന് ഉയരക്കൂടുതലിനെയും ഒന്ന് ഉയരക്കുറവിനെയും സൂചിപ്പിക്കുന്നു. എന്നാൽ നമ്മുടെ ബ്ലഡിനെ നിയന്ത്രിക്കുന്ന ജീനിന് 3 അല്ലീലുകൾ ആണ് ഉള്ളത്. IA, IB, I എന്നിങ്ങനെയാണ് പറയുന്നത്. ഈ 3 അല്ലീലുകളിൽ ഏതെങ്കിലും 2 എണ്ണം എല്ലാവർക്കുമുണ്ട്. ഏത് അല്ലീലുകൾ ആണ് ഉള്ളത് അതിനനുസരിച്ചാണ് നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് തീരുമാനിക്കുന്നത്. AB, AB, O എന്നീ 4 പ്രധാനപ്പെട്ട ബ്ലഡ് ഗ്രൂപ്പുകളാണ് ഉള്ളത്. പുതിയതായി കണ്ടുപിടിക്കപ്പെട്ട വേറെയും ചിലതുണ്ട് കേട്ടോ. Oയ്ക്ക് II അല്ലീലുകളും ABക്ക് IA, IB അല്ലീലുകളുമാണ് ഉള്ളത്. A ബ്ലഡ് ഗ്രൂപ്പുള്ള ചിലർക്ക് IA, IA ആയിരിക്കും. ചിലർക്ക് IA, Iയും ആയിരിക്കും. അതേപോലെ B ബ്ലഡ് ഗ്രൂപ്പുള്ള ചിലർക്ക് IB, IB ആയിരിക്കും. ചിലർക്ക് IB, I എന്നിങ്ങനെ ആയിരിക്കും അല്ലീലുകൾ. നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടായെന്ന് കരുതുക. ഒരു വൈറസ് നമ്മുടെ ഉള്ളിൽ കയറി. ആ വൈറസിനെ നമുക്ക് ആന്റിജൻ എന്ന് വിളിക്കാം. ഇങ്ങനെയുള്ള വൈറൽ ആന്റിജൻ നമ്മുടെ ഉള്ളിൽ കയറുമ്പോൾ അതിനെ തുരത്താൻ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ആന്റിബോഡികൾ ഉണ്ടാകും. ഈ വരുന്ന ആന്റിജനെ നശിപ്പിക്കും. അതിനു പറ്റാതെ വരുമ്പോഴാണ് വാക്സിനൊക്കെ നമ്മൾ എടുക്കേണ്ടി വരുന്നത്. ഇതുപോലെ ഓരോ ബ്ലഡ് ഗ്രൂപ്പിനും ആന്റിജനും ആന്റിബോഡിയും ഉണ്ടായിരിക്കും. എന്നാൽ O ബ്ലഡ് ഗ്രൂപ്പിന് ഒരു ആന്റിജനും ഇല്ല. അതുകൊണ്ട് O ബ്ലഡ് ഗ്രൂപ്പ് ഏത് ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് വേണമെങ്കിലും കൊടുക്കാം. O ബ്ലഡ് ഗ്രൂപ്പ് സ്വീകരിക്കുന്ന വ്യക്തി ഒരിക്കലും Oയ്ക്കെതിരെ ആന്റിബോഡി ഉണ്ടാക്കില്ല. കാരണം ആന്റിബോഡി ഉണ്ടാക്കണമെങ്കിൽ ആന്റിജൻ വേണമല്ലോ. Oയ്ക്ക് അതില്ല. AB ബ്ലഡ് ഗ്രൂപ്പ് നോക്കിയാൽ അവർക്ക് ഒരു ആന്റിബോഡിയും ഇല്ല. അതുകൊണ്ട് അവർക്ക് ആരുടെ ബ്ലഡ് വേണമെങ്കിലും സ്വീകരിക്കാം. ഒരു ബ്ലഡിന്റെയും ആന്റിജനെ അവർ നശിപ്പിക്കില്ല. കാരണം അവർക്ക് അതിനുള്ള ആന്റിബോഡി ഇല്ല. എങ്കിലും ഇപ്പോൾ ഓരോരുത്തർക്കും അവരുടെ കറക്റ്റ് ബ്ലഡ് ഗ്രൂപ്പ് തന്നെയാണ് കൂടുതലും ഉപയോഗിക്കാറ്. O ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് II ആണല്ലോ അല്ലീലുകൾ. അതുകൊണ്ട് തന്നെ O ബ്ലഡ് ഗ്രൂപ്പുള്ള 2 വ്യക്തികൾക്ക് O ബ്ലഡ് ഗ്രൂപ്പുള്ള കുട്ടികളെ ഉണ്ടാകൂ. AB ബ്ലഡ് ഗ്രൂപ്പുള്ളവർക്ക് IA, IB അല്ലീലുകൾ ആണ് ഉള്ളത്. ഇവർക്ക് I ഒരിക്കലും ഇല്ല. അതുകൊണ്ട് തന്നെ AB ബ്ലഡ് ഗ്രൂപ്പുള്ള 2 വ്യക്തികൾക്കുണ്ടാകുന്ന കുട്ടികൾ Aയോ Bയോ ABയോ ആകാം. അവരുടെ കുട്ടികൾക്ക് O ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടാകില്ല. കാരണം അവർക്ക് I അല്ലീൽ ഇല്ല. A ബ്ലഡ് ഗ്രൂപ്പുള്ളവർ ചിലർ IAI അല്ലെങ്കിൽ IAIA ആയിരിക്കും. അതുകൊണ്ട് 2 A ബ്ലഡ് ഗ്രൂപ്പുകാർക്കുണ്ടാകുന്ന കുട്ടികൾ Aയോ Oയോ ആകാം. അതേപോലെ 2 B ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് ഉണ്ടാകുന്ന കുട്ടികൾ Bയോ Oയോ ആകാം. എന്നാൽ A ബ്ലഡ് ഗ്രൂപ്പിനും B ബ്ലഡ് ഗ്രൂപ്പിനും കൂടി ജനിക്കുന്ന കുട്ടികൾക്ക് ഏത് ബ്ലഡ് ഗ്രൂപ്പ് ആകാനും ചാൻസ് ഉണ്ട്. AB ബ്ലഡ് ഗ്രൂപ്പിനും AB അല്ലാത്ത മറ്റേതെങ്കിലും ബ്ലഡ് ഗ്രൂപ്പിനും കൂടി ഉണ്ടാകുന്ന കുട്ടികൾക്ക് O ഒഴിച്ച് ഏത് ബ്ലഡ് ഗ്രൂപ്പ് ആകാനും ചാൻസ് ഉണ്ട്. അവരുടെ അല്ലീലുകൾ അനുസരിച്ച് മാറി വരും.